പുലി പിടിക്കില്ല ഇപ്പൊ? ചിലതിനൊക്കെ പുലി പിടിക്കും. 2 ദിവസം മുന്നേ അവിടെ ഒരു പോത്തിന് പുലി പിടിച്ചിട്ടുണ്ട്. അത് വെള്ളത്തിൽ കിടക്കണ്ടായിരുന്നു 2 ദിവസം മുന്നേ. ഇവിടെ ടൈഗർ തൊട്ട് അല്ലാതും ഉണ്ട്. ടൈഗറിനൊക്കെ വല്ലപ്പോഴും സൈറ്റിങ് കിട്ടാറുള്ളൂ. ഇപ്പൊ സ്മെല്ല് ഉണ്ട്, ഒരു ചെറിയൊരു സ്മെല്ല് കിട്ടിയിരുന്നു. പെട്ടെന്ന് എങ്ങനെ ആന മുന്നിൽ വന്ന് എന്ത് ചെയ്യാ? നമുക്കറിയാൻ പറ്റിയത് ഓട്ടോമാറ്റിക്കലേ. എത്ര കിലോമീറ്റർ ഉണ്ടാവും ബ്രോ? വൺ സൈഡ് തന്നെ നമുക്കൊരു 3 കിലോമീറ്റർ നടക്കാനുണ്ടാവും. ഞാൻ നടന്ന് ലാസ്റ്റ് പോയിന്റിലാണ് ഈ ചെറിയൊരു വെള്ളച്ചാട്ടം വരുന്നത്. ആ വെള്ളച്ചാട്ടത്തിന്റെ പേര് ചൂരത്തല വാട്ടർഫാൾസ് എന്നാണ്. ചൂരത്തല അല്ലേ? അവിടുന്ന് ഒരു 100 മീറ്റർ താഴേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ വിറകതോട് എന്ന് പറഞ്ഞ സ്ഥലമായി. വിറകതോട് എന്ന് പറഞ്ഞ സ്ഥലമായി. പിന്നെ അതിലെ റിസർവയറിന്റെ തീരത്തോട് ടാറിംഗ് റോഡ് ഉണ്ട്. ആ റോഡിൽ കൂടെ ഇങ്ങോട്ട് കവർ ചെയ്തിട്ട് വരാം. പിന്നെ നമ്മൾ പോണ പോക്കില് ആനിമൽസിനെ ഭാഗ്യം എന്ന് പറയാൻ പറ്റില്ല ഒരിക്കലും. നമ്മുടെ ഒരു ദിവസം നന്നാവുകയാണെങ്കിൽ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ കാണാൻ പറ്റും. ഇതില്ലേ ഇവിടേക്ക് വന്യജീവികളൊന്നും ഇറങ്ങാറില്ല ഇപ്പൊ? ഈ റോട്ടിൽ കൂടെ ആന നടക്കാറുണ്ട്. ഈ റോട്ടിൽ കൂടെ വൈകിട്ട് അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കൂടുതൽ നമ്മൾ ഈ രാത്രി സമയങ്ങളിൽ 5 മണിക്ക് ശേഷമാണ് കൂടുതൽ കാണുന്നത് തന്നെ. ഈ ഡാം തൊട്ട് ഈ പാലപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം വരെ ഈ ആനകളൊക്കെ സഞ്ചരിക്കുന്ന ഏരിയകളാണ്. ഫെൻസിങ് കിട്ടിയിട്ടുണ്ടല്ലോ. ഫെൻസിങ് എന്നിട്ട് അത് റബ്ബർ തൈകൾ വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് ആന കിടക്കാണ്ടിരിക്കാൻ വേണ്ടി ആരിസിന്റെ അവർ തന്നെ ചെയ്തതാണ്. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണല്ലേ? പ്രൈവറ്റ് പ്രോപ്പർട്ടി പോയി. ഇതുപോലുള്ള ചാലുകൾ ഇഷ്ടം പോലെ ഉണ്ടാവും അല്ലേ? ഇതുമാതിരി തന്നെ ചാലുകൾ ഒരു 3-4 ഉണ്ട്. അപ്പൊ നമുക്ക് വെള്ളത്തിന് വേണമെങ്കിൽ ഈ വെള്ളമൊക്കെ ഫ്രഷ് വെള്ളമാണ്, കുടിക്കാൻ കുഴപ്പമില്ല. ആ മിനറൽ വാട്ടർ മാറി നിൽക്കണം, അത്രയും നിറച്ച് മിനറൽസ് ആവൂലേ? എപ്പോഴും ഒഴുകിക്കൊണ്ടിരിക്കുന്ന വെള്ളല്ലേ. ഈ വഴിക്കൊക്കെ ആന വന്ന ഒരു 2-3 ആഴ്ച ഉണ്ടാവും. ഇതൊക്കെ വന്ന് പോയതിന്റെ 2-3 ആഴ്ച അടുത്തായിട്ടുണ്ടാവും. അത് നമുക്കറിയാൻ പറ്റും. അത് ഒരു 2 കിലോമീറ്റർ ആന അപ്പോൾ കാടിന്റെ ദൂരത്ത് നിൽക്കുകയാണെങ്കിൽ ഈ 2 കിലോമീറ്റർ ചുറ്റോളം എനിക്ക് സ്മെല്ല് കിട്ടും. ആനച്ചൂരെന്നൊക്കെ പറയും ഇതിന്. അതുമാതിരി തന്നെ നമ്മുടെ സ്മെല്ലും വേർപ്പിന്റെ ഒക്കെ സ്മെല്ലില്ലേ, അത് റിട്ടേൺ ആനയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കും. പിന്നെ നമ്മൾ ആനയിലൊക്കെ ഒരു ഇത് എത്താറാകുമ്പോ ചെറിയ ചെറിയ ഒടിക്കുന്ന സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റും. അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു പോവാ, ആന അവിടെ നിൽക്കട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ വേറെ വഴി കൂടെ പോവാ. പെട്ടെന്ന് ഓടി വരുന്നില്ലല്ലോ? ഇല്ല, അങ്ങനെ വരുന്നില്ല. ഇതില് അതാണ് IB ഡോർമെറ്ററി ഒക്കെ അവിടെ അതിന്റെ മുകളില് ആൾക്കാർക്ക് സ്റ്റേ ചെയ്യാനൊക്കെ. ഇവിടെ കൂടുതലായിട്ടും കാണപ്പെടുന്നത് ഈ തേക്ക്, ഇരുള്. തേക്കാണത്. പിന്നെ ഇരുൾ മരം, അങ്ങനത്തെ മരങ്ങളായിരിക്കും ഇവിടെ ഏറ്റവും കൂടുതലുള്ളത്. ചന്ദനൊന്നും ഉണ്ടാവില്ല? ചന്ദനൊന്നുമില്ല. നമ്മൾ കൂടുതൽ കിതയ്ക്കുള്ളൂ. കയറ്റം കയറുമ്പോ പൊതുവെ സംസാരം കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏത് കയറ്റാണെങ്കിലും പെട്ടെന്ന് കയറി പോകാൻ പറ്റും. ഇത് കഴിഞ്ഞ പിന്നെ കയറ്റില്ലല്ലോ? ഒരു ചെറിയൊരു കയറ്റുണ്ട്. വ്യൂ പോയിന്റ് വല്ലതും ഉണ്ടോ? വ്യൂ പോയിന്റ് വലിയ വ്യൂ പോയിന്റ് ഒന്നും ഇല്ല, ചെറിയ രീതിയിലൊക്കെ ഉണ്ടാവും. നമ്മൾ കൂടുതലായിട്ട് ഉൾക്കാടിലേക്കുള്ള ട്രക്കിംഗ് അധികം ഇല്ല. ഇത് ചെറിയ തോതിലുള്ള ട്രക്കിംഗ് ആണുള്ളൂ ഇവിടെ.
ആദ്യമൊക്കെ ഞങ്ങൾ വലിയ ഒരുവിധം ഉൾക്കാട്ടിക്കൊക്കെ ട്രക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ കൂടുതൽ ഗ്രൂപ്പിലെ ആൾക്കാരുണ്ടാവും അല്ലേ? ഗ്രൂപ്പ് ഒരു ഗൈഡിന് 6 പേരെ വരെ കൊണ്ടുപോകാം. 6 പേര് വിട്ടിട്ട് ആൾക്കാർ ഗസ്റ്റ് കൂടാണെങ്കിൽ രണ്ടാമത്തെ ഗൈഡ് വരും. അങ്ങനെയാണ്. ഉറുമ്പിന്റെ വലിയ കൂടൊക്കെ ഉണ്ടല്ലോ. മരമൊക്കെ പിഴുതു വീഴുമോ? പെട്ടെന്ന് എങ്ങനെ ആന മുന്നിൽ വന്ന് എന്ത് ചെയ്യാ? നമുക്കറിയാൻ പറ്റിയത് ഓട്ടോമാറ്റിക്കലേ. ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. കിളിക്കൂട് വീണതാ. വേഴാമ്പലേ കാണാൻ തോന്നുന്നല്ലേ? വേഴാമ്പലൊക്കെ ഉണ്ട് ഈ കാട്ടില്. ഞാൻ കണ്ടിട്ടുണ്ട് പണ്ടേ. കോഴി മറ്റേ കോഴിയുണ്ട്. മറ്റേ ഗ്രേറ്റ് ഹോൺബിൽ അല്ലേ? എന്ത് ഗ്രേറ്റ് ഹോൺബിൽ വേറെ മറ്റേ വലുത് കിരീടൊക്കെ ഉള്ളത് അതുണ്ട്. പുലിയൊന്നുമില്ലല്ലോ ഇവിടെ. ടൈഗർ തൊട്ട് അല്ലാതുണ്ട്. ടൈഗറിനൊക്കെ വല്ലപ്പോഴും സൈറ്റിങ് കിട്ടാറുള്ളൂ. പുലീനെ ഞങ്ങള് ഒരു മാസം ഇന്നേക്ക് 3 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഞായറാഴ്ച കൊട്ടവഞ്ചി തുഴഞ്ഞോണ്ടിരിക്കുമ്പോ കണ്ടിട്ടുണ്ട്. ക്രോസ് ചെയ്ത് നടക്കുന്നത് അക്കരയെ കൂടെ. അത് 3 കൊട്ടവഞ്ചിക്കാർ കണ്ടുട്ടാ. പുലിയൊക്കെ ഇങ്ങോട്ട് എന്ത് ചെയ്യാ? ഇന്ന് വരെ നമ്മള് അകലെ വെച്ചിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. അടുത്തേക്ക് കണ്ടിട്ടില്ല. അടുത്ത് ഇത്ര ഏരിയയിൽ വെച്ചിട്ടൊന്നും കണ്ടിട്ടില്ല. നല്ല രീതിയിൽ കഥപ്പ് വരുന്നുട്ടാ. അത് വർത്താനം പറയും തോറും കയറ്റം കയറിക്കൊണ്ടിരിക്കുമ്പോ കഥപ്പ് കൂടുള്ളൂ. കഥപ്പ് മാത്രമല്ലോ വർത്താനല്ലേ. ആനയ്ക്ക് നമ്മളെയൊക്കെ കൂടുതലില്ലേ സ്മെല്ല് കിട്ടാനുള്ള പവർ? ഉണ്ട്. ആന കൂടുതലും കേൾവി ശക്തിയിലും സ്മെല്ലിലാണ് പിടിച്ചിരിക്കുന്നത്. ഏതില്? കേൾവി ശക്തി, മണം. കേൾവി ശക്തി ഉണ്ടാവല്ലോ നന്നായിട്ട് കേൾവി ശക്തി ഉണ്ടാവും. സ്മെല്ലും കൂട്ടം കൂടി നിൽക്കും. ഇവിടെ റേഞ്ച് കിട്ടില്ലല്ലോ. ഇവിടെ BSNL മാത്രമേ ഉള്ളൂ. കാടിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ BSNL കിട്ടാൻ ചാൻസ് കുറവാണ്. സാധാരണ എൻ്റെ വാക്കി ടോക്കി ഉണ്ടാവാറുണ്ട്. അത് ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ വലിയ അത്യാവശ്യങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതൊക്കെ തേക്ക് തന്നെ. ഉണക്ക ഇതൊക്കെ തേക്ക്. ഉണങ്ങി നിൽക്കുന്നതൊക്കെ തേക്ക്. നിക്കട 2 മിനിറ്റ് 5 മിനിറ്റ് നിൽക്കാം. ഇവിടെ നിരപ്പിലേക്കാം. ഇതൊക്കെ ആന കുത്തി മുറിച്ചിട്ടുള്ളതാണല്ലേ? ഇതിന്റെ തൊലി ഇങ്ങനെ പറിച്ചെടുക്കുന്നത് വേണ്ട. ഇവിടെ ഉണ്ടോ? ഈ സൈഡൊക്കെ ഉണ്ടോ?
ആ ഇപ്പുറത്തെ സൈഡുണ്ട്. പാമ്പുണ്ടാവാറുണ്ട്. ചെറിയ അണലി വർഗത്തിൽ പറഞ്ഞ ബിറ്റ് വൈപ്പർ എന്ന് പറയുന്ന പാമ്പൊക്കെ ഉണ്ടാവാറ്. മടക്കച്ചാടി ചുരുട്ടാതൊക്കെ പറയാനാ. കാണാറുണ്ടോ? ആ ഇത് ഈ കരിയിലേരെ കളറൊക്കെ ഉണ്ടാവും. വിഷമുണ്ടോ? വിഷമൊന്നും ഉണ്ടാവില്ല. നമ്മള് പെട്ടെന്ന് കാണാൻ പറ്റില്ല തന്നെ, അത് ചുരുണ്ട് കിടക്കുള്ളൂ. ഈ ഇങ്ങനത്തെ കളർ ഉണ്ടാവും. മലമ്പാമ്പൊക്കെ ഉണ്ട് ഈ കാട്ടില്. രാജവമ്പലം തൊട്ട് ഒട്ടുമിക്ക പാമ്പുകളും ഉണ്ട്. കണ്ടിട്ടുണ്ട്. പേരെന്തോന്നെ? ബിബിൻ. വീട് നമ്മുടെ ചെക്ക് പോസ്റ്റ് എൻട്രി ചെയ്യുന്നില്ലേ, എൻട്രി ചെയ്യുന്നിടന്ന് എച്ചിപ്പാറ ടൗൺ. കണ്ടു ഞാൻ പറഞ്ഞ വഴിക്ക്. പാലപ്പള്ളി കഴിഞ്ഞ കുറച്ച് വലിയ ടൗൺ ആണോ ഇവിടത്തെ? ഇത് വലിയ ടൗൺ അല്ല, വലിയ ടൗൺ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചേ. ഈ ഒരു ഏരിയയില് ഹോസ്പിറ്റല് വേലിപ്പാടം. അത് ഞങ്ങളൊക്കെ മിക്കതും ഇത് ഈ തൃശ്ശൂര് ഈ പുതുക്കാട് ഹോസ്പിറ്റല് അവിടെ ഒക്കെ പോവാം. മെഡിക്കൽ കോളേജില്ലേ തൃശ്ശൂര്. ദൂരം കൂടും. പക്ഷെ ഞങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിരിക്കും. നമുക്ക് റേഷൻ കാർഡ് ID കാർഡ് കാട്ടി കൊടുത്തു കഴിഞ്ഞാലേ ഫ്രീ ആയിരിക്കും. എന്തുകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളൊക്കെ ഈ ട്രൈബൽസില് പെടുന്ന ആൾക്കാരായത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ആനുകൂല്യങ്ങൾ കിട്ടും. രണ്ട് കട ഉണ്ട്. ഫുഡ് അവിടെ ഈ ചെറിയ കൊള്ളി ബീഫ്, ഈ കൊള്ളി മുട്ട മിക്സ്ഡ് അങ്ങനെ കിട്ടുള്ളൂ. പിന്നെ ഈ വട്ടമരം കണ്ട, ഈ വട്ടമരത്തില് ഒരു ചെളിയിലൊരു ഭാഗം കണ്ട, അത് ഈ ആന ഈ സൈഡ് വശം കൊണ്ട് ഒരയ്ക്കുന്ന ഇതാണ്. കടുവ എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്ന കൂടുതൽ അനിമൽസ് ആണ്. അത് ഒറ്റയ്ക്ക് തന്നെ വേട്ടയാടി ചിലതിനൊക്കെ പുലി പിടിക്കും. 2 ദിവസം മുന്നേ അവിടെ ഒരു പോത്തിന് പുലി പിടിച്ചിട്ടുണ്ട്. അത് വെള്ളത്തിൽ കിടക്കണ്ടായിരുന്നു 2 ദിവസം മുന്നേ.